മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ സുന്ദരേശ്വരൻ്റെ, അതായത് ശിവഭഗവാന്റെ 64 തിരുവിളയാടലുകളിലെ തിരുവിളയാടലുകൾ എന്നാൽ ദിവ്യമായ ഭഗവാന്റെ കളികൾ എന്നാണ് അർത്ഥം. അതിൽ ഒന്നാണ് ഈ ഒരു കഥ കേട്ടോ. ദേവിയും, അതായത് മീനാക്ഷി പാർവതി ദേവിയും ഭഗവാനും കൂടി ചേർന്നിട്ട് ഭക്തരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈ ഒരു കഥ പുട്ടുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് വൈഗൈ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ മധുരയിലെ പാണ്ഡ്യരാജാവ് നദിയുടെ കരകളെ ശക്തിപ്പെടുത്തുവാനും വെള്ളം കയറുന്നത് തടയാനുമായിട്ട് ഓരോ പൗരനും നദിക്കരയുടെ ഒരു നിശ്ചിത ഭാഗം ചെളി കൊണ്ട് ബലപ്പെടുത്തണമെന്നൊരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരയിൽ വന്തി എന്നൊരു വൃദ്ധയുണ്ടായിരുന്നു കേട്ടോ. അവർ നഗരത്തിൽ പുട്ട് അത് വിറ്റിട്ടാണ് ജീവിച്ചിരുന്നത്. അതായത് അരിപ്പൊടിയും ശർക്കരയും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം, അവിടെ പുട്ടെന്നാണ് പറയുന്നത്. അത് വിറ്റിട്ടാണ് ഈ പാവം ജീവിച്ചിരുന്നത്. എന്നാൽ വാർദ്ധക്യം കാരണം അവർക്ക് രാജാവിൻ്റെ ഈ ഒരു ഉത്തരവനുസരിച്ച് നദിക്കരയിൽ ചെളി ചുമക്കുവാനുള്ളൊരു ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വൃദ്ധയുടെ ദുരിതം കണ്ടപ്പോൾ പാർവതി ദേവിക്ക്, അതായത് മധുരമീനാക്ഷി അമ്മയ്ക്ക് വിഷമം തോന്നി. ദേവി ഉടൻ തന്നെ എന്തു ചെയ്തു? ഒരു തൊഴിലാളിയുടെ രൂപത്തിൽ വേഷമെല്ലാം മാറി ഈ വൃദ്ധയുടെ അടുത്തെത്തി. തൻ്റെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ആർക്കാണോ അവർക്ക് പ്രതിഫലമായി പുട്ടു കൊടുക്കാമെന്ന് ഈ വൃദ്ധ പ്രഖ്യാപിക്കേണ്ടായി. എന്നാൽ ആരും അതിന് തയ്യാറായില്ല. ഈ ഒരു സമയത്താണ് ദേവി ഒരു തൊഴിലാളിയുടെ രൂപത്തിൽ വന്നത്. എന്നിട്ട് ദേവി പറഞ്ഞു ആ വൃദ്ധയോട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ജോലിയും ചെയ്യാം, നിങ്ങൾ എനിക്ക് പ്രതിഫലമായി നിങ്ങൾ ഉണ്ടാക്കിയ ആ പുട്ടുണ്ടല്ലോ അത് തന്നാൽ മതി എന്ന്. ആ വൃദ്ധ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ഒരു യുവത്തൊഴിലാളിയുടെ രൂപത്തിലെത്തിയ ദേവി ഈ വൃദ്ധ കൊടുത്ത പുട്ട് മുഴുവനും ആർത്തിയോടുകൂടി കഴിച്ചു. എന്നാൽ നദിക്കര ബലപ്പെടുത്തുവാനുള്ള ജോലി ചെയ്യാതെ ദേവി ഒരു കുട്ടച്ചെളി മാത്രം എടുത്ത് തോളിൽ വെച്ച് ബാക്കിയുള്ള സമയം ദേവി ഒന്നും ചെയ്തില്ല, മിണ്ടാതിരുന്നു. തൻ്റെ സൈനികരുടെ ജോലി പരിശോധിക്കുവാൻ രാജാവ് എത്തിയപ്പോൾ ഒരു യുവത്തൊഴിലാളി ജോലി ചെയ്യാതെ അലസമായി ഈ പുട്ട് കഴിച്ചുകൊണ്ട് നടക്കുന്നത് രാജാവ് കണ്ടു. അങ്ങനെ കോപം വന്ന രാജാവ് തൻ്റെ ചൂരൽ വടിയെടുത്തിട്ട് ആ തൊഴിലാളിയുടെ മുതുകിൽ ഒരടി കൊടുത്തുവെത്രേ. എന്നാൽ ആ അത്ഭുതം എന്ന് പറയട്ടെ, ആ അടി ആ യുവത്തൊഴിലാളിയുടെ ആ മുതുകിൽ മാത്രമല്ല, രാജാവിനും രാജ്ഞിക്കും മന്ത്രിമാർക്കും മറ്റെല്ലാ പൗരന്മാർക്കും അവരുടെ ശരീരത്തിൽ ഒരേ സമയം വേദനയായി അനുഭവപ്പെട്ടു. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന പരമശിവനും ശക്തിസ്വരൂപിണിയായ മീനാക്ഷിയുമായിരുന്നു അവിടെ തൊഴിലാളികളുടെ രൂപത്തിൽ വന്നതെന്ന് ആ നിമിഷം രാജാവ് മനസ്സിലാക്കി. തൻ്റെ പ്രിയ ഭക്തയായ ആ വൃദ്ധയ്ക്കു വേണ്ടി, ആ വന്ദിക്കു വേണ്ടി അവരെ കഷ്ടപ്പാടിൽ നിന്നും രക്ഷിക്കുവാനായി ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്നെയാണ് ഈ ഒരു ലീല നടത്തിയത് എന്ന് രാജാവിന് മനസ്സിലായി. ഉടൻ തന്നെ ഈ രാജാവ് ഭഗവാനോടും മധുരമീനാക്ഷി അമ്മയോടും ക്ഷമ ചോദിക്കേണ്ടായി. അങ്ങനെ വെള്ളപ്പൊക്കം ശമിക്കുകയും യുവത്തൊഴിലാളിയുടെ രൂപത്തിലെത്തിയ ഭഗവാനും അമ്മയും അപ്രത്യക്ഷയാവുകയും ചെയ്തു. ഈ ഒരു കഥ ഭഗവാന്റെ അനന്തമായ കരുണയെയും തൻ്റെ ഭക്തർക്ക് വേണ്ടി ഏത് രൂപത്തിലും വന്നവരെ സഹായിക്കുവാനുള്ള ആ ദേവിയുടെ വാത്സല്യത്തെയും എടുത്തു കാണിക്കുന്നു. പുട്ടു വിൽക്കുന്ന ആ വൃദ്ധയോടുള്ള സ്നേഹം കൊണ്ടാണ് ദേവി നേരിട്ട് ഒരു തൊഴിലാളിയുടെ രൂപത്തിൽ വന്നവരെ സഹായിക്കുകയും പിന്നീട് പരമേശ്വരൻ നേരിട്ട് അവരുടെ ജോലി ഏറ്റെടുക്കുകയും ചെയ്തത്. ഈ ക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള എത്രയെത്ര കഥകളാണ് ഇനിയും കേൾക്കാനും അറിയാനും ഇരിക്കുന്നത്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ.